ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോഡ് കൺവേർട്ടേഴ്സാണ്. ഓക്കെ, കോഡ് കൺവേർട്ടേഴ്സ് നമ്മുടെ സിലബസിൽ മെയിനായിട്ട് ഏത് കോഡ് കൺവേർട്ടർ ആണെന്നുള്ളത് പറയുന്നില്ല. ഒരുപാട് കോഡ് കൺവേർട്ടേഴ്സ് ഉണ്ട്, അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു കോഡ് കൺവേർട്ടർ ഉണ്ട്, അത് പഠിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് കോഡ് കൺവേർഷൻസ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കോഡ് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കോഡിനെ വേറൊരു കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലോജിക് സർക്യൂട്ട്സിനെയാണ് കോഡ് കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ബൈനറി കോഡുണ്ട്, ആ ബൈനറി കോഡിനെ BCD ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ BCDയെ ബൈനറി ആക്കുക, പിന്നെ BCDയെ ഗ്രേ കോഡ് ആക്കുക, XS3 കോഡാക്കുക, ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് കോഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള പല പല കോഡ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലോജിക് സർക്യൂട്ടിനെയാണ് നമ്മൾ കോഡ് കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് BCD to XS3 കോഡ് കൺവേർട്ടറാണ്. BCD to XS3 കോഡ് കൺവേർട്ടർ. ഓക്കെ, സോ അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് XS3 കോഡ് എന്താണെന്ന് മനസ്സിലാക്കണം. പിന്നെ അതിനുശേഷം BCDയെ എങ്ങനെയാണ് നമ്മൾ XS3 കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ ഓരോ BCD കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 കോഡ് നമ്മൾ ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ആ ട്രൂത്ത് ടേബിളിനെ നമ്മൾ K-മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻസ് ആക്കിയതിന് ശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് ലോജിക് സർക്യൂട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ആദ്യം XS3 കോഡ് എന്താണെന്ന് മനസ്സിലാക്കാം. XS3 കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കോഡ് BCD അല്ലെങ്കിൽ ബൈനറി കോഡ് എടുത്തു കഴിഞ്ഞാൽ അത് +3, ഓക്കെ, അതിൽ നിന്ന് 3 കൂടി വരുന്ന കോഡിനെയാണ് നമ്മൾ XS3 കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ BCD നമുക്കറിയാം 4 ബിറ്റുള്ള ബൈനറി വാല്യൂ തന്നെയാണ്. അത് 0 to 9 വരെയുള്ള വാല്യൂസിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന കോഡാണ് BCD കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ BCD കോഡിൻ്റെ XS3 കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCDയിൽ 0 വന്നു കഴിഞ്ഞാൽ XS3 കോഡിൽ വരുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് 3 ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 3യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോഡാണ് XS3 കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ BCDനെ XS3 കോഡാക്കി കൺവേർട്ട് ചെയ്യുന്ന ട്രൂത്ത് ടേബിളാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം BCD കോഡ് എഴുതുകയാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് XS3 കോഡ് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി BCD നമുക്കറിയാം 4 ബിറ്റാണ് വരുന്നത് അല്ലേ. ആ BCDനെ B വെച്ച് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. B1, B2, B3, B4, 4 ബിറ്റ്. ഓക്കെ, അപ്പോൾ XS3 കോഡിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ XSനെ X വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. X1, X2, X3, ദെൻ X4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കോഡ് വരുന്നത്. അപ്പോൾ BCDയിൽ 0 0 0 0, അപ്പോൾ XS3 എന്ന് പറയുന്നത് 3 കൂടി നിൽക്കണം. അപ്പം 0 0 1 1, 0 0 0 1 എന്ന് പറയുന്നത് 0 1 0 0 4, 0 0 1 0, 0 1 0 1 5, 0 0 1 1. അപ്പം ഇത് 3ആണ്. അപ്പോൾ അടുത്ത് വരേണ്ടത് ഇവിടെ 6, 0 1 1 0. അടുത്തത് 0 1 1 1, 7 വന്നപ്പോൾ നമുക്കിവിടെ വരേണ്ടത്, സോറി ഇന്ന് മിസ്റ്റേക്ക് വന്നല്ലോ, ഇവിടെ 4 അല്ലേ വരേണ്ടത്. ഓക്കെ, 4 വന്നപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് 7. ഓക്കെ, അടുത്തത് ഇവിടെ നമുക്ക് 5 വരും, 0 1 0 1. അപ്പോൾ ഇവിടെ 1 0 0 0. അടുത്തത് 0 1 1 0, അത് 1 0 0 1. 0 1 1 1, 7 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 1 0 1 0. അടുത്തത് 1 0 0 0, 1 0 1 1, 1 0 0 1 എന്ന് പറയുന്നത് 1 1 0 0. ഇനി ശ്രദ്ധിക്കാം, BCD ഇപ്പോൾ ഇത് 0 1 2 3 4 5 6 7 8 9 അല്ലേ. ഇനിയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 4 ബിറ്റ് ബൈനറി വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഇനിയും 6 കോമ്പിനേഷൻസ് വരുന്നുണ്ട് അല്ലേ. അതായത് A B C D E F. ഓക്കെ, ഇത്രയും കോമ്പിനേഷൻസ് കൂടി വരുന്നുണ്ട്.
ഈ കോമ്പിനേഷൻസിനെ നമ്മൾ ഡോണ്ട് കെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് അത് 0 വന്നാലും 1 വന്നാലും നമ്മൾ കെയർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഡോണ്ട് കെയർ കണ്ടീഷൻ ഇട്ടിട്ട് വേണം നമ്മളിതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് അപ്പം നമ്മൾ ഓരോ BCD കോഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള XS3 കോഡ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈ XS3 കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സർക്യൂട്ടാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ബിറ്റ് ബൈ ബിറ്റിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻസ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഓരോ ബിറ്റ് ബൈ ബിറ്റിന് എക്സ്പ്രഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് X1ൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, X1 നമുക്ക് 4 ആണ് വേരിയബിൾസ് വരുന്നത്. അപ്പോൾ അതിനെ 4 വേരിയബിളുള്ള കീ മാപ്പിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് B1, B4, B3, B2, B1. So 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പം ആദ്യം ഇത് 1 വരുന്നതെല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്യും. 1 എന്ന് പറയുന്നത് ആദ്യത്തെ 0 0 0 അത് 1, അടുത്തത് 0 1 0 0 0 1 0, അടുത്ത് വരുന്നത് 0 1 0 0 0 1 0 0, അടുത്തത് 0 1 1 0 0 1 1 0, ഇനി വരുന്നത് 1 0 0 0 1 0 0 0. ഓക്കെ, അപ്പോൾ ഇത്രയും കേസുകൾ ആയി. ഇനി നമുക്ക് വരുന്നത് ഡോണ്ട് കെയേഴ്സ് ആണ്. ഡോണ്ട് കെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ ഡോണ്ട് കെയർ മാർക്ക് ചെയ്യണം. അതായത് 1 0 1 0 1 0 1 1 1 1 0 0 1 1 0 1 1 1 1 0 പിന്നെ 1 1 1. ഇത്രയാണ് നമുക്ക് ഡോണ്ട് കെയർ വരുന്നത്. ഈ ഡോണ്ട് കെയർ കൂടി നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്യുകയാണ്. 1 0 1 0 1 0 1 0 ഡോണ്ട് കെയർ, 1 0 1 1 1 0 1 1 ഡോണ്ട് കെയർ, 1 1 0 0 1 1 0 0 ഡോണ്ട് കെയർ, 1 1 0 1 1 1 0 1 1 1 1 0 1 1 1 0 ഡോണ്ട് കെയർ, 1 1 1 1 1 1 1 1 ഇത് ഡോണ്ട് കെയർ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ കെ മാപ്പ് സിംപ്ലിഫിക്കേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കെ മാപ്പിന് നമുക്ക് വൺസിനെ മാത്രം ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വൺസിനെ ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ഡോണ്ട് കെയറും കൂടി ചേർത്ത് നമുക്ക് 8ൻ്റെ ഗ്രൂപ്പാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 8ൻ്റെ ഗ്രൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. സോ 8ൻ്റെ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേനും ഇതിൽ കോമൺ വരുന്നത് ഏതാണ്? B1 ആണ്. B1 ആണ് കോമൺ വരുന്നത്, 0 ആണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ട് X1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് B1 ഡാഷ് ആണ്. ഓക്കെ, സോ അപ്പം X1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് B1 ഡാഷ് ആണ്. ഇതൊന്ന് ഇങ്ങനെ എഴുതാം, അതല്ല എങ്കിൽ B1 ഡാഷിന് ഇങ്ങനെ എഴുതാം. ഈ 2 രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, സോ അപ്പം നമ്മൾ ഒരു ഡിജിറ്റിൻ്റെ കറസ്പോണ്ടിങ് കോഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ X2 X3 X4 ഈ 3 എണ്ണത്തിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്ത് എടുക്കണം. ഓക്കെ, അടുത്ത X2 ബിറ്റിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ഇവിടെ 4ൻ്റെ ഒരു ഗ്രൂപ്പ്, ഇവിടെ 4ൻ്റെ ഒരു ഗ്രൂപ്പ്, അല്ലാതെ വേറെ വലിയ ഗ്രൂപ്പ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം ഒരു ഗ്രൂപ്പ്, പിന്നൊന്ന് ഇങ്ങനെയും വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എഴുതുന്നു. X2 എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്രൂപ്പ് ഇതാണ്. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് B2 B1 ആണ് അല്ലേ. അപ്പം B2 ഡാഷ് ഇൻറ്റു B1 ഡാഷ്, B2 ഡാഷ് ഇൻറ്റു B1 ഡാഷ് പ്ലസ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് അത് തന്നെയാണ് B2 ഇൻറ്റു B1. ഓക്കെ, സോ അപ്പോൾ ഇതാണ് X2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ്പ്രഷൻ. അതുപോലെ ഇനി അടുത്ത് X3യുടെയും കെ മാപ്പിൽ പ്ലോട്ട് ചെയ്യാം. B4 B3 B2 B1 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി ആ ട്രൂത്ത് ടേബിൾ നോക്കിയിട്ട് അതിൽ നിന്നാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേനും ഇത് പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം അല്ലേ.
ഇതിനെയും ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ ഗ്രൂപ്പ് ആക്കാൻ പറ്റത്തില്ല. ഇവിടെ 3 എണ്ണേ ഉള്ളൂ. 4 എണ്ണം ഉണ്ടായാലല്ലേ നമുക്ക് 8ൻ്റെ ഗ്രൂപ്പ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറ്റത്തില്ല. ഇവിടുന്ന് അല്ലാതെയും പറ്റത്തില്ല അല്ലേ. അപ്പം പോസിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 4ൻ്റെ ഗ്രൂപ്പ് ആക്കാം. ഇവിടുന്ന് ഫോൾഡ് ചെയ്യുന്ന പോലെ എടുക്കുകയാണെങ്കിൽ ഇതൊരു 4ൻ്റെ ഗ്രൂപ്പ് ആക്കാം. ഈ 1നെയും കൂടി ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് 4ൻ്റെ ഗ്രൂപ്പാവും. പിന്നെ ഈ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 1നെ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ 3 ഗ്രൂപ്പ്സാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. സോ അപ്പോൾ x3യുടെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? ഇത് ആദ്യത്തേത് നമ്മൾ എടുക്കുമ്പോഴത്തേനും ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് 0 കോമൺ ആണ് അല്ലേ. 0 കോമൺ അല്ല, ഇവിടുത്തെ 0 ആണ് കോമൺ വരുന്നത്. 0 കോമൺ എന്ന് പറയുമ്പോൾ B3 കോമൺ. അപ്പോൾ B3 ഡാഷ് വരുന്നുണ്ട്. അടുത്ത് ഇവിടെ കോമൺ വരുന്നത് ഈ 1 ആണ് കോമൺ, അതായത് B1. B3 ഇൻറ്റു B1 പ്ലസ് അടുത്ത പെയറിലും അവിടെ കോമൺ വരുന്നുണ്ട്. B3 ഡാഷ് കോമൺ വരുന്നുണ്ട്, B3 ഡാഷും. പിന്നെ ഇവിടെ കോമൺ വരുന്നത് B2 ആണ് കോമൺ വരുന്നത്. ഓക്കെ, പിന്നെ പ്ലസ് ഇതെടുക്കുമ്പോഴത്തേന് ഇവിടെ B3 കോമൺ വരുന്നുണ്ട്, B2 B1 കോമൺ വരുന്നുണ്ട്. സോ B3 ഇൻറ്റു B2 ഡാഷ് ഇൻറ്റു B1 ഡാഷ്. ഓക്കെ, സോ അപ്പം ആ x3യുടെ ഇക്വേഷന് കിട്ടി. ഇനി അടുത്ത് x4 പ്ലോട്ട് ചെയ്യണം. ഇതുപോലെ B3 B4 B3 B2 B1 0 0 0 1 1 0 1 1 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് പ്ലോട്ട് ചെയ്യാം. സോ x4 പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഈ x4ൽ നമുക്ക് ഈ 1 1നെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ 8 ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് ലാർജസ്റ്റ് ഗ്രൂപ്പായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഈ 3 1 ആണുള്ളത്. ഇതിനെ നമുക്ക് 8 ആക്കാൻ പറ്റത്തില്ല, 4 ആക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊരു 4ഉം പിന്നെ ഇതൊരു 4, ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ x4ൻ്റെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേനും ഇത് ആദ്യത്തെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ B4 കോമൺ ആണ്. B4 പ്ലസ് ഇതെടുക്കുമ്പോഴത്തേനും B3 കോമൺ വരുന്നുണ്ട്, ഇൻറ്റു ഇവിടെ അടുത്ത് വരുന്നത് B1 B3 ഇൻറ്റു B1 പ്ലസ് അടുത്തതിനകത്ത് വരുന്നത് B3 വരുന്നുണ്ട്. ദെൻ ഇവിടെ കോമൺ വരുന്നത് B2 കോമൺ. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ഇത് വരയ്ക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിലിപ്പോൾ നമുക്കറിയാം 4 ഇൻപുട്സ് ആണ് വരുന്നതെന്നറിയാം അല്ലേ. B1 B2 B3 B4 ഇങ്ങനെ 4 ഇൻപുട്സ് ആണ് വരുന്നത്. B4 ഇനി ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്സ് വരണം. ഒന്നുകിൽ ഡയറക്റ്റ് ഇവിടുന്ന് എടുത്തിട്ട് ഒരു നോട്ട് ഗേറ്റ് അപ്ലൈ ചെയ്ത് വരയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ 4 കോംപ്ലിമെൻറ്റ് ഇൻപുട്ടും കൂടി കൊടുക്കാം. B1 ഡാഷ് B2 ഡാഷ് B3 ഡാഷ് എല്ലാം നമുക്ക് വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. ആവശ്യമുള്ളത് മാത്രം നമ്മൾ വരച്ചാലും മതി. B4 ഡാഷ് എടുത്തു. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമുക്കറിയാം x1 എന്ന് പറയുന്നത് B1 ഡാഷാണ്. അപ്പോൾ B1 ഡാഷ് എന്താണോ വരുന്നത് അത് തന്നെയാണ് നമുക്ക് എന്ത് x1 എന്ന് പറയുന്നത്. ദെൻ x2 എന്ന് പറയുന്നത് B2 ഡാഷ് ഇൻറ്റു B1 ഡാഷാണ്. ഓക്കെ, ഇപ്പം B1 ഡാഷ് എടുത്തു, അതിൻ്റെ കൂടെ B2 ഡാഷ് എടുത്ത് ആൻഡ് ചെയ്തു. ആൻഡ് ചെയ്തതിന് ശേഷം B2 B1 തമ്മിൽ ആൻഡ് ചെയ്ത് കൊടുക്കുക, ഓർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് B2നെ എടുത്തു, ദെൻ ഇവിടുന്ന് B1നെ എടുത്തു. ഇത് രണ്ടും കൂടെ ആൻഡ് ചെയ്തതിന് ശേഷം ഓർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? x2 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് B3 ഡാഷ് ഇൻറ്റു B1 പ്ലസ് B3 ഡാഷ് ഇൻറ്റു B2 പ്ലസ് B3 ഇൻറ്റു B2 ഡാഷ് ഇൻറ്റു B1 ഡാഷ്. ഇതുപോലെ നമ്മൾ എടുത്ത് ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരുമിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയി മാറും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഡയറക്റ്റായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ 4 ഔട്ട്പുട്ട് കാണിച്ചാൽ മതി. 4 ഔട്ട്പുട്ട് കാണിക്കാനായിട്ട് ഇപ്പോൾ x1 നമുക്കറിയാം എന്താണ്, B1 ഡാഷാണ് x1 എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ B1 ഡാഷ് അത് x1 ആയിട്ട് കൊടുക്കുക. ഇനി x2 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടേണ്ടത്? B2 ഡാഷ്
ഇൻറ്റു B1 ഡാഷ് ആദ്യം വേണം. അപ്പോൾ ആൻഡിൽ B2 ഡാഷ് ഇൻറ്റു B1 ഡാഷ് ദെൻ B2 ഇൻറ്റു B1. ഇത് ആൻഡ് ചെയ്ത് ഇത് രണ്ടും കൂടി ഓർ ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് x2. ഓക്കെ, ഇനി അടുത്ത് x3 എന്ന് പറയുന്നത് B3 ഡാഷ് ഇൻറ്റു B1 B3 ഡാഷും B1. പിന്നെ വരേണ്ടത് B3 ഡാഷ് ഇൻറ്റു B2. ഓക്കെ, അടുത്ത് വരേണ്ടത് 3 ഇൻപുട്ട് ആയിട്ടുള്ള ആൻഡ് ഗേറ്റ് എടുക്കുക. അവിടെ B3 B2 ഡാഷ് B1 ഡാഷ്. ഓക്കെ, ഇത് മൂന്നും കൂടി ഓർ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ x3. ഓക്കെ, ഇനി അടുത്ത x4 എന്ന് പറയുന്നത് B4 പ്ലസ് B3 B1 പിന്നെ 3 ഇൻപുട്ടുള്ള ആൻഡ് ഗേറ്റിൽ B3 B2 B4 ഡാഷ്. ഇതെല്ലാം കൂടി ഓർ ചെയ്ത് കിട്ടുന്നതാണ് x4. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയും നമുക്ക് വരയ്ക്കാം. ഓക്കെ, നമ്മുടെ മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതാണ് നമ്മുടെ ഈ ട്രൂത്ത് ടേബിൾ എഴുതുന്നതും കെ മാർക്ക് സിംപ്ലിഫിക്കേഷനും അത് രണ്ടും കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ കമ്പൈൻ ചെയ്ത് ഒറ്റ സർക്യൂട്ടായിട്ട് വരയ്ക്കാം, അതല്ല എങ്കിൽ ഇതുപോലെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വരയ്ക്കാം. കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആ സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റി കൂടും. അപ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ കൺഫ്യൂഷനാവും, നോക്കുന്നവർക്കും കൺഫ്യൂഷനാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇതുപോലെ വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കാം. എന്തായാലും കിട്ടുന്ന ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കോമ്പിനേഷൻ ഓഫ് കോഡ് കൺവേർട്ടറിൽ കോമ്പിനേഷൻ സർക്യൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മുടെ ഈ ട്രൂത്ത് ടേബിൾ നമുക്ക് എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും നോക്കാനില്ല, ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി 1-2 കൺവേർഷൻസിൽ ഞാൻ ആ കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ കറസ്പോണ്ടിങ് കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മൾ ചെയ്തതിനകത്ത് നിങ്ങൾക്ക് BCD to XS3 ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ XS3ന്ന് BCD കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം 3 സബ്ട്രാക്ട് ചെയ്ത് വരുന്നതായിരിക്കും നമുക്ക് BCD ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കോഡാണ് ഗ്രേ കോഡ്. ഇത് ഒത്തിരി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കോഡാണ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈനറി ടു ഗ്രേ കോഡും ഉണ്ട്, BCD ടു ഗ്രേ കോഡ് ഉണ്ട്, ഗ്രേ കോഡിൽ നിന്ന് BCD ഉണ്ട്, ഗ്രേ കോഡിൽ നിന്ന് ബൈനറി ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും ഒരേ മെത്തേഡൊക്കെ തന്നെയാണ്. അപ്പോൾ ഗ്രേ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബൈനറി വാല്യൂവോ അല്ലെങ്കിൽ ഒരു BCD വാല്യൂവോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സക്സസീവായിട്ടുള്ള, അതായത് തൊട്ടടുത്ത് വരുന്ന 2 കോഡുകൾ തമ്മിൽ ഒരു ബിറ്റിൻ്റെ ഡിഫറൻസ് മാത്രം വരുന്ന ടൈപ്പ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഈ ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഗ്രേ കോഡിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കൺവേർഷനാണ് നോക്കുന്നത്. സോ ആദ്യം നമ്മൾ ബൈനറി ടു ഗ്രേ കോഡ് നോക്കാം. ബൈനറി ടു ഗ്രേ കോഡ്. അപ്പോൾ നമുക്ക് ഒരു ബൈനറി നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ബൈനറി നമ്പറാണ്. ഈ ബൈനറി നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രേ കോഡ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ വാല്യൂ അതുപോലെ എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് അതുപോലെ എഴുതുക. ദെൻ അതിനുശേഷം ഈ ഫസ്റ്റ് ഡിജിറ്റും തൊട്ടടുത്ത ഡിജിറ്റും തമ്മിൽ എക്സോർ ചെയ്യുക. ഓക്കെ, ഇതും തമ്മിൽ എക്സോർ ചെയ്യുക. എക്സോർ ചെയ്യും 1ഉം 1ഉം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 0 ആണ്. ഓക്കെ, സെയിം വന്നാൽ എക്സോറിൻ്റെ കേസിൽ സെയിം വന്നാൽ 0യും ഡിഫറെൻറ്റ് വന്നാൽ 1ഉം ആണ്. ഓക്കെ,
സോ അപ്പോൾ ഈ വണ്ണും കൂടി ചെയ്തപ്പോൾ സക്സസീവ് വൺസ് ചെയ്തപ്പോൾ അത് 0 കിട്ടി. അടുത്ത് ഈ വണ്ണും കൂടി എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അടുത്ത് വീണ്ടും ഈ വണ്ണും കൂടി നോക്കുക, അപ്പോഴും നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ 1 1 1 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേ കോഡാണ് 1000. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കൂടി ചെയ്യാം. 101011. ആദ്യത്തേത് നമ്മൾ അതുപോലെ എഴുതി, അതായത് 1. ദെൻ ഈ 1ഉം 0യും കൂടി നോക്കുമ്പോൾ 1 കിട്ടും. വീണ്ടും ഈ 0യും 1ഉം വരുമ്പോഴത്തേനും 1 കിട്ടും. ദെൻ 1ഉം 0യും അവിടെയും നമുക്ക് 1 കിട്ടും. ദെൻ 0യും 1ഉം അവിടെയും 1 കിട്ടും. 1ഉം 1ഉം വരുമ്പോഴത്തേനും നമുക്ക് 0 കിട്ടും. സോ അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബൈനറിയെ ഗ്രേ കോഡിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൂത്ത് ടേബിൾ എഴുതുമ്പോഴത്തേനും ആദ്യം 0 0 0 ഇതിനെ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേ കോഡ് എഴുതുക. ഓക്കെ, ദെൻ അതിനുശേഷം 0 0 0 1 അതിൻ്റെ കറസ്പോണ്ടിങ് എഴുതുക. ഓക്കെ, അപ്പോൾ BCDയുടെ കേസിലാണെങ്കിൽ നമുക്ക് 9 വരെയുള്ള ഇത് നോക്കിയാൽ മതി. ബൈനറി ആണെങ്കിൽ നമ്മൾ 15 എണ്ണവും നോക്കണം. അതേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബൈനറി ടു ഗ്രേ കോഡ്. ഇനി അതുപോലെ ഗ്രേ കോഡിനെ ബൈനറി ആക്കുന്ന കേസുണ്ട്. ഗ്രേ കോഡ് ടു ബൈനറി അല്ലെങ്കിൽ BCD, ഇത് രണ്ട് ഏതാണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഗ്രേ കോഡിനെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ 1 1 0 1 1 1 ഇങ്ങനെ ഒരു ബൈനറി ഗ്രേ കോഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ കറസ്പോണ്ടിങ് ബൈനറിയിലേക്ക് ആക്കണമെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ ബിറ്റ് അതുപോലെ തന്നെ എഴുതുക. എന്നിട്ട് ഈ ബിറ്റും തമ്മിലാണ് എക്സോർ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ കിട്ടിയ ഈ ബിറ്റും തൊട്ടടുത്ത ബിറ്റും തമ്മിൽ എക്സോർ ചെയ്തിട്ട് അത് വേണം നമുക്ക് താഴെ എഴുതാൻ. അപ്പോൾ 1 1 എന്ന് പറയുന്നത് 0. ഓക്കെ, ഇനി ഈ 0യും ഈ 0യും ഈ 0 0 എന്ന് പറയുന്നത് നമുക്ക് 1 ആണ്. 1ഉം 1ഉം വരുന്നത് 0. അടുത്തത് 0യും 1ഉം 1 ആണ്. അടുത്ത് ഈ 1ഉം 1ഉം 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. 1 0 1 0 1 0 1 0 ഇതാണ് നമ്മുടെ ഗ്രേ കോഡ്. ഇതിൻ്റെ ബൈനറി എഴുതാൻ പറയുമ്പോൾ ഇത് 1 അതുപോലെ എഴുതി 1ഉം 0യും തമ്മിൽ നോക്കുമ്പോഴത്തേനും 1 0 എന്ന് പറയുന്നത് നമുക്ക് 1 ആണ്. ഇനി 1ഉം 1ഉം 0. ഓക്കെ, അടുത്തത് വരുന്നത് 0 0 0 0 എന്ന് പറയുന്നത് 1 0 0 1 ആണ്. ദെൻ 1ഉം 0. സോറി, ഇവിടെ 0 0 എന്ന് പറയുന്നത് 0. അടുത്തത് 0 1 എന്ന് പറയുന്നത് 1 0 1 ആണ് ഇവിടെ 1 വരുന്നത്. ഓക്കെ, അടുത്ത 1ഉം 0യും എക്സോർ ചെയ്യുമ്പോഴത്തേനും 1 വരും. അടുത്ത് ഈ 1ഉം എക്സോർ ചെയ്യുമ്പോൾ 0 വരും. 0യും എക്സോർ ചെയ്യുമ്പോൾ 0 വരും. ഓക്കെ, ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കോഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ എന്താ പറയുക, ഓരോ ബൈനറിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേ കോഡ് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഗ്രേ ടു ബൈനറി എഴുതിയാലും മതി. ഓക്കെ, അപ്പം അത് ഏതാണെങ്കിലും നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് കോമ്പിനേഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. അതനുസരിച്ചാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഗ്രേ കോഡിനെ ബൈനറി ആക്കുന്നത്. ഇനി അതുപോലെ ബൈനറി ടു BCD ഉണ്ട്. ഇത് നമുക്കറിയാവുന്നതാണ്. ബൈനറി ടു BCD എന്ന് പറയുന്നത്. BCD ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൈനറിയിൽ നമുക്കിപ്പോൾ B4 B3 B2 B1 ഇങ്ങനെ 4 എണ്ണം ഉള്ളത് നമുക്ക് BCD കൺവേർഷൻ വരുമ്പോഴത്തേനും അത് 5 ആയി മാറും. ഓക്കെ, BCDക്ക് ഇപ്പോൾ C എന്നുള്ള കോഡ് എടുക്കുകയാണെങ്കിൽ C1 C2 C3 C4 C5 5 എണ്ണം വരണം. സോ 9 വരെ ഉള്ളത് നമുക്ക് സെയിം ആയിട്ട് വരും. C5 0 ആയിട്ട് 9 വരെ സെയിം ആയിട്ട് വരും. അതിനുശേഷം 10ാമത്തത് വരും 1 0 1 0 എന്ന് പറയുന്നത് ഇവിടെ 1ഉം പിന്നെ ഇതെല്ലാം 0യും. അടുത്ത് 1 0 1 1 എന്ന് പറയുന്നത് ഇത് 1 പിന്നെ 0 0 1 ഈ ഒരു രീതിയിലായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ BCD ടു ബൈനറി എന്ന് പറയുമ്പോഴും
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോഴത്തേനും 5 എണ്ണം വരും. C4, C3, C2, C1. അതുപോലെ ഇവിടെ വരുന്നത് B4, B3, B2, B1 ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ നിങ്ങൾ എഴുതണം. എന്നിട്ട് ഓരോ ബിറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കെ മാപ്പ് പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻസ് ഉണ്ടാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം നമ്മൾ ലോജിക് സർക്യൂട്ട് വരയ്ക്കാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് കോഡ് കൺവേർട്ടർ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. ഓക്കെ, അതറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട്. ഓക്കെ, നമുക്ക് സ്പെസിഫിക് ആയിട്ട് കോഡ് കൺവേർട്ടർ ഏതാണെന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലല്ല, സിലബസിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏകദേശമുള്ള കോഡ് കൺവേർട്ടേഴ്സ് ഇത്രയൊക്കെയാണ്. ഇത് ഇത്രയൊന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ തൽക്കാലം കോഡ് കൺവേർട്ടർ നിർത്തുവാണ്. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.